ഇന്നത്തെ കഥയുടെ പേര് പൂവൻ കോഴിയെ രക്ഷിച്ച പിടക്കോഴി. ഒരിടത്ത് ഒരു പൂവൻ കോഴിയും പിടക്കോഴിയും ഉണ്ടായിരുന്നു. ഒരു ദിവസം തോട്ടത്തിൽ തീറ്റ തേടി നടന്നപ്പോൾ പൂവൻ കോഴിക്ക് ഒരു വലിയ പയർമണി കിട്ടി. കിട്ടിയ ഉടനെ പൂവൻ പറഞ്ഞു, "ഇത് നീ തിന്നോ പിടക്കോഴി?" പിടക്കോഴി സന്തോഷത്തോടെ പറഞ്ഞു, "നീ തന്നെ തിന്നു." പൂവൻ പയറ് കൊത്തി വിഴുങ്ങി. എന്നാൽ പയറ് അതിൻ്റെ തൊണ്ടയിൽ കുടുങ്ങിപ്പോയി. പിടക്കോഴി പൂവൻ വിളിച്ചു, "ദയവ് ചെയ്ത് പുഴയുടെ അടുത്ത് ചെന്ന് എനിക്ക് കുറച്ച് വെള്ളം തരാൻ പറയൂ." അങ്ങനെ പിടക്കോഴി പുഴയുടെ അടുത്തേക്ക് ഓടി. "പുഴേ പുഴേ, എനിക്ക് കുറച്ച് വെള്ളം തരൂ." പൂവൻ്റെ തൊണ്ടയിൽ ഒരു പയറ് തടഞ്ഞു. പുഴ പറഞ്ഞു, "ഞാൻ വെള്ളം തരാം, പക്ഷേ വേഗം നീ നാരകവൃക്ഷത്തിൻ്റെ അടുത്ത് ചെന്ന് ഒരില വാങ്ങിക്കൊണ്ടുവരൂ." അങ്ങനെ പിടക്കോഴി നാരകവൃക്ഷത്തിൻ്റെ അടുത്തേക്ക് ഓടി. "നാരകവൃക്ഷമേ നാരകവൃക്ഷമേ, എനിക്ക് ഒരു ഇല തരൂ. ഇല ഞാൻ പുഴയ്ക്ക് കൊടുക്കും, പുഴ എനിക്ക് വെള്ളം തരും. വെള്ളം ഞാൻ പൂവന് കൊടുക്കും, പൂവൻ്റെ തൊണ്ടയിലെ പയറിറങ്ങിപ്പോകും." അപ്പോൾ നാരകവൃക്ഷം പറഞ്ഞു, "വേഗം കർഷകപുത്രിയുടെ അടുത്ത് ചെന്ന് ഒരു നൂൽ വാങ്ങിക്കൊണ്ടുവരൂ, അപ്പോൾ നിനക്ക് ഞാൻ ഇല തരാം." അങ്ങനെ പിടക്കോഴി കർഷകപുത്രിയുടെ അടുത്തേക്ക് ഓടി. "കർഷകപുത്രി കർഷകപുത്രി, എനിക്കൊരു നൂല് തരൂ. നൂല് ഞാൻ നാരകവൃക്ഷത്തിന് കൊടുക്കും, നാരകവൃക്ഷം എനിക്ക് ഇല തരും. ഇല ഞാൻ പുഴയ്ക്ക് കൊടുക്കും, പുഴ എനിക്ക് വെള്ളം തരും. വെള്ളം ഞാൻ പൂവന് കൊടുക്കും, പൂവൻ്റെ തൊണ്ടയിലെ പയറിറങ്ങിപ്പോകും." കർഷകപുത്രി പറഞ്ഞു, "നിനക്ക് നൂല് ഞാൻ തീർച്ചയായും തരും, പക്ഷേ ചീപ്പുകാരൻ്റെ അടുത്തു നിന്നും എനിക്കൊരു ചീപ്പ് വാങ്ങിത്തരുമോ? ചീപ്പില്ലാതെ എൻ്റെ മുടിയാകെ ജട കെട്ടി." അങ്ങനെ പിടക്കോഴി ചീപ്പുകാരൻ്റെ അടുത്തേക്ക് ഓടി. "ചീപ്പുകാരാ ചീപ്പുകാരാ, എനിക്കൊരു ചീപ്പ് തരൂ. ചീപ്പ് ഞാൻ കർഷകപുത്രിക്ക് കൊടുക്കും, കർഷകപുത്രി എനിക്ക് നൂല് തരും. നൂല് ഞാൻ നാരകവൃക്ഷത്തിന് കൊടുക്കും, നാരകവൃക്ഷം എനിക്ക് ഇല തരും. ഇല ഞാൻ പുഴയ്ക്ക് കൊടുക്കും, പുഴ എനിക്ക് വെള്ളം തരും. വെള്ളം ഞാൻ പൂവന് കൊടുക്കും, പൂവൻ്റെ തൊണ്ടയിലെ പയറിറങ്ങിപ്പോകും." ചീപ്പുകാരൻ പറഞ്ഞു, "നിനക്ക് ഞാൻ ചീപ്പ് തരാം, പക്ഷേ എനിക്ക് വിശന്നിട്ട് വയ്യ. റൊട്ടിക്കാരൻ്റെ അടുത്തു നിന്നും കുറെ റൊട്ടി വാങ്ങിത്തരാമോ?" അങ്ങനെ പിടക്കോഴി റൊട്ടിക്കാരൻ്റെ അടുത്തേക്ക് ഓടി. "റൊട്ടിക്കാരാ റൊട്ടിക്കാരാ, എനിക്ക് കുറെ റൊട്ടി തരൂ. റൊട്ടി ഞാൻ ചീപ്പുകാരന് കൊടുക്കും, ചീപ്പുകാരൻ എനിക്ക് ചീപ്പ് തരും. ചീപ്പ് ഞാൻ കർഷകപുത്രിക്ക് കൊടുക്കും, കർഷകപുത്രി എനിക്ക് നൂല് തരും. നൂല് ഞാൻ നാരകവൃക്ഷത്തിന് കൊടുക്കും, നാരകവൃക്ഷം എനിക്ക് ഇല തരും. ഇല ഞാൻ പുഴയ്ക്ക് കൊടുക്കും, പുഴ എനിക്ക് വെള്ളം തരും. വെള്ളം ഞാൻ പൂവന് കൊടുക്കും, പൂവൻ്റെ തൊണ്ടയിലെ പയറിറങ്ങിപ്പോകും." റൊട്ടിക്കാരൻ പറഞ്ഞു, "നിനക്ക് റൊട്ടി തരാം, പക്ഷെ റൊട്ടി ഉണ്ടാക്കി എൻ്റെ വിറകെല്ലാം തീർന്നുപോയി. വേഗം വിറക് വെട്ടുകാരൻ്റെ അടുത്ത് നിന്ന് കുറച്ച് വിറക് കൊണ്ടുവരൂ." അങ്ങനെ പിടക്കോഴി വിറക് വെട്ടുകാരൻ്റെ അടുത്തേക്ക് ഓടി. "വിറക് വെട്ടുകാരാ വിറക് വെട്ടുകാരാ, എനിക്ക് കുറച്ച് വിറക് തരൂ. വിറക് ഞാൻ റൊട്ടിക്കാരന് കൊടുക്കും, റൊട്ടിക്കാരൻ എനിക്ക് റൊട്ടി തരും. റൊട്ടി ഞാൻ ചീപ്പുകാരന് കൊടുക്കും, ചീപ്പുകാരൻ എനിക്ക് ചീപ്പ് തരും. ചീപ്പ് ഞാൻ കർഷകപുത്രിക്ക് കൊടുക്കും, കർഷകപുത്രി എനിക്ക് നൂല് തരും. നൂല് ഞാൻ നാരകവൃക്ഷത്തിന് കൊടുക്കും, നാരകവൃക്ഷം എനിക്ക് ഇല തരും. ഇല ഞാൻ പുഴയ്ക്ക് കൊടുക്കും, പുഴ എനിക്ക് വെള്ളം തരും. വെള്ളം ഞാൻ പൂവന് കൊടുക്കും, പൂവൻ്റെ തൊണ്ടയിലെ പയറിറങ്ങിപ്പോകും." വിറക് വെട്ടുകാരൻ വേറൊന്നും ആവശ്യപ്പെട്ടില്ല. പിടക്കോഴിക്ക് കുറേ വിറക് കഷ്ണങ്ങൾ കൊടുത്തു. അയാളുടെ കൈവശം ധാരാളം വിറകുണ്ടായിരുന്നു. പിടക്കോഴിക്ക് സന്തോഷമായി. വിറക് കഷ്ണങ്ങളുമായി പിടക്കോഴി റൊട്ടിക്കാരൻ്റെ അടുത്തെത്തി. അത്
റൊട്ടിക്കാരന് കൊടുത്തു. റൊട്ടിക്കാരൻ വേഗം റൊട്ടി കൊടുത്തു. റൊട്ടി പിടക്കോഴി ചീപ്പുകാരന് കൊടുത്തു. അയാൾക്ക് സന്തോഷമായി. അയാൾ വേഗം ചീപ്പ് കൊടുത്തു. ചീപ്പ് കർഷകപുത്രിക്ക് കൊടുത്തു. കർഷകപുത്രി സന്തോഷം കൊണ്ട് പിടക്കോഴിക്ക് നൂല് കൊടുത്തു. നൂല് വേഗം നാരകവൃക്ഷത്തിന് കൊടുത്തു. നാരകവൃക്ഷം പിടക്കോഴിക്ക് ഒരില കൊടുത്തു. ഇല പുഴയ്ക്ക് കൊടുത്തു. പുഴ ഇല നിറയെ വെള്ളം കൊടുത്തു. വെള്ളം പിടക്കോഴി വേഗം പൂവന് കൊടുത്തു. പൂവൻ വെള്ളം കുടിച്ചു. അതിൻ്റെ തൊണ്ടയിലെ പയറിറങ്ങിപ്പോയി. അത് സന്തോഷത്തോടെ നീട്ടിക്കൂവി. ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി? പരസ്പര സഹകരണത്തോടും സഹവർത്തിത്വത്തോടും കൂടി മാത്രമേ ഭൂമിയിൽ ഏതൊരു ജീവിക്കും ജീവിക്കാനാകൂ. പ്രപഞ്ചത്തിൽ ജീവന്റെ നിലനിൽപ്പ് തന്നെ പരസ്പര സഹായത്താലും സഹവർത്തിത്വത്താലുമാണെന്ന് മനസ്സിലായല്ലോ അല്ലേ? എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.